ഒരു കുർത്തിയുടെ നെക്ക് പോർഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നൈലോണിൻ്റെ ത്രെഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയലാണ് ഈ കാണിക്കുന്നത്. ഇതിൽ ആദ്യം കൊടുക്കുന്നത് 4 mm വൈറ്റ് ബീഡ് കൊടുത്താണ് ആദ്യം ഫ്ലവറിൻ്റെ സെൻറ്റർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അടുത്തതായി കൊടുക്കുന്നത് ഷുഗർ ബീഡാണ്. ഷുഗർ ബീഡ് ഒരു റെയിൻബോ ഷെയ്ഡ് പീച്ച് കളറിൽ ഷുഗർ ബീഡാണ് കൊടുത്തെടുക്കുന്നത്. അതും പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തെടുക്കുന്നത്. ആദ്യം തന്നെ പെറ്റൽസിൻ്റെ ഔട്ട്ലൈൻ എല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വരുമ്പോൾ അവിടെ 2 ബീഡിട്ട് ചെയ്തു പോകാം. എന്നാൽ കർവ് വളഞ്ഞു വരുന്ന ഭാഗത്തെല്ലാം ഓരോരോ ബീഡ് കൊടുത്ത് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ എല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇനി ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഈ പെറ്റൽസിൻ്റെയൊക്കെ ഉള്ളിലെല്ലാം സെയിം കളർ ഷുഗർ ബീഡ് ഉപയോഗിച്ചാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. അതും ഓരോരോ ബീഡിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്തെടുത്ത ശേഷം അടുത്തതായിട്ട് ചെയ്യുന്നത് സ്റ്റെമ്മും ലീഫുമാണ്. അതിനായിട്ട് ഇതുപോലെ ലൈറ്റ് ഗ്രീൻ കളർ ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്റ്റെമ്മും ലീഫും കൊടുത്തെടുത്ത ശേഷം ഇനി ടിപ്പിലായിട്ട് വരുന്ന ലീഫിനായിട്ട് ഞാൻ കൊടുക്കുന്നത് ഇതുപോലത്തെ ചെറിയ മൈക്രോ കട്ട് ബീഡ് ഉപയോഗിച്ചുള്ള ലീഫാണ് കൊടുത്തെടുക്കുന്നത്. ഇതുപോലെ സ്റ്റെമ്മും ലീവ്സും എല്ലാം കൊടുത്തെടുത്ത ശേഷം ഇനി ലീവ്സിൻ്റെയൊക്കെ ഇടയിലായിട്ട് കട്ട് ബീഡും സീക്വൻസും ഉപയോഗിച്ചുള്ള ഇതുപോലത്തെ ഒരു ഡിസൈൻ കൊടുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലത്തെ ചെറിയ ആൻറ്റി കളറിലെ സീക്വൻസും അതുപോലെ പിങ്ക് കളർ കട്ട് ബീഡും എടുത്തേക്കുന്നത്. 3 കട്ട് ബീഡും ഒരു സീക്വൻസും ചേർത്താണ് ഈ ഡിസൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കാണിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഫ്ലവേഴ്സും ലീവ്സും അതുപോലെ ലോഡ് സ്റ്റിച്ചും കൊടുത്താണ് ഈ ഒരു നെക്ക് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ലോഡ് സ്റ്റിച്ച് കൊടുത്തേക്കുന്നത് നേരത്തെ ഇട്ട പിങ്ക് കളറിലെ 3 ബീഡ് വെച്ചാണ് കൊടുത്തെടുത്തിട്ടുള്ളത്.